ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ അതായത് ഒന്നാം ക്ലാസ്സിലെ 2025-26 അധ്യയന വർഷത്തെ ക്രിസ്മസ് എക്സാം അഥവാ ആത്യന്തിക വിലയിരുത്തലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രവർത്തനം 1 നോക്കാം. അപ്പം അപ്പം എന്നുള്ളതായിരുന്നല്ലേ. പാടാം എഴുതാം. തപ്പോ തപ്പോ തപ്പാണി തപ്പും കൊട്ടി പാടാലോ അപ്പം അപ്പം നൂലപ്പം നൂല് പോലെ നൂലപ്പം. തപ്പോ തപ്പോ തപ്പാണി തപ്പും കൊട്ടി പാടാലോ അപ്പം അപ്പം അച്ചപ്പം പൂവ് പോലെ അച്ചപ്പം. അപ്പൊ നെക്സ്റ്റ് ലൈൻസ് നമുക്ക് എങ്ങനെ എഴുതാം കൂട്ടുകാരെ? തപ്പോ തപ്പോ തപ്പാണി തപ്പും കൊട്ടി പാടാലോ അപ്പം അപ്പം പിന്നെ എന്തൊക്കെയുണ്ട്? കുഴലപ്പം ഉണ്ട്. വെള്ളയപ്പം എഴുതാം അല്ലെ. അപ്പം അപ്പം വെള്ളപ്പം അല്ലെങ്കിൽ കുഴലപ്പം എഴുതാം. അപ്പം അപ്പം കുഴലപ്പം പൂവ് പോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കുഴല് പോലൊരു കുഴലപ്പം എന്ന് എഴുതാം അല്ലെ. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ പാട്ടിന് കൂടുതൽ വരികൾ കൂട്ടി ചേർക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളുടെ ഒരു നെയ്യപ്പം കൊടുത്തിട്ടുണ്ട്, വെള്ളയപ്പം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കവിതയ്ക്ക് വരികൾ കൂട്ടി ചേർക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, ഹായ് പലഹാരങ്ങൾ തരം തിരിച്ചെഴുതൂ. ആവിയിൽ വേവിച്ചത്, ചുട്ടെടുത്തത്, വറുത്തെടുത്തത് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ആവിയിൽ വേവിച്ചത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. യെസ്, പുട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണുള്ളത്? നൂലപ്പമുണ്ട്. പിന്നെ ചുട്ടെടുത്തതിലോ? ദോശ ചുട്ടെടുത്ത്, പൊറാട്ടയുണ്ട്. ദോശ, പൊറാട്ട. ആവിയിൽ വേവിച്ചത് ഇലയട എഴുതാം അല്ലേ. ഇനി എന്താ ഉള്ളത്? വറുത്തെടുത്തതാണ് അല്ലെ. വറുത്തെടുത്തതില് ഉണ്ണിയപ്പം, അച്ചപ്പം, നെയ്യപ്പം, വട ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ആ ചുട്ട് സോറി വറുത്തെടുത്തതിലാണ് അല്ലെ. ചുട്ടെടുത്തതിൽ നമുക്ക് ചപ്പാത്തിയും എഴുതാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ആവിയിൽ വേവിച്ചത്, പുട്ട്, ഇലയട, നൂലപ്പം ഇവയൊക്കെ ആവിയിൽ വേവിച്ചത്. ഇനി നമുക്ക് ചുട്ടെടുത്തതാണ് അല്ലെ. ചുട്ടെടുത്തത് ഏതൊക്കെ എഴുതാം? ദോശ, പൊറോട്ട, ചപ്പാത്തി. ഇനി വറുത്തെടുത്തതില് നെയ്യപ്പം, വട, ഉണ്ണിയപ്പം, അച്ചപ്പം ഇവയൊക്കെയല്ലേ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പുഴക്കരയിൽ കണ്ടത് എന്നാണ് അല്ലെ. പുഴക്കരയിൽ കണ്ടത് എന്തെല്ലാം? എന്തെല്ലാമാണ് പുഴക്കരയിൽ കണ്ടത് എന്നാണ് അല്ലെ എഴുതേണ്ടത്. പുഴക്കരയിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? മുയലുണ്ട് അല്ലെ. മുയൽ എന്താണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുരങ്ങൻ മരത്തിൽ കിടന്ന് ആടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മരത്തിന്റെ പൊത്തിലിരുന്ന് ഒരു തത്ത പുറത്തേക്ക് നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അതൊക്കെ ഇവിടെ ഈ ബോക്സിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, കരയിലും വെള്ളത്തിലും കണ്ടെത്തൂ, തരം തിരിച്ചെഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആരുടെയൊക്കെ ചിത്രങ്ങളാ കൊടുത്തിട്ടുള്ളത്? മീന്, കോഴി, ആമ, ഉറുമ്പ്, താറാവ്, മുയല്, തവള, ഞണ്ട്, കുരങ്ങൻ. ഈ കരയിൽ മാത്രം ജീവിക്കുന്ന പേരുകൾ എഴുതണം. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികളുടെ പേരും എഴുതണം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരുടെ പേരും എഴുതണം അല്ലേ. അപ്പൊ ഇതിൽ കരയിൽ മാത്രം ജീവിക്കുന്നവർ ആരൊക്കെയാണ് കൂട്ടുകാരെ? കോഴിയുണ്ട്, മുയല്, കുരങ്ങനല്ലേ. ഇനി നോക്കൂ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവരാരാണ്? മീനാണല്ലേ. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് ആരാണ്? മീന്. ഈ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതിൽ ആരൊക്കെ നമുക്ക് എഴുതാം? തവളയുണ്ട്, താറാവുണ്ട്, ഞണ്ടുണ്ട് അല്ലേ, ആമയും. ഓക്കെ, അപ്പൊ ഇത്രയും പേര് എവിടെയാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാണല്ലേ. ഇനി നെക്സ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് വീടുകൾ, കൂടുകൾ വരച്ചു ചേർക്കാം. തത്തയുടെ കൂട് ഏതായിരിക്കും കൂട്ടുകാരെ? തെങ്ങിന്റെ പൊത്തിലായിരിക്കും അല്ലെ. കുരുവി തൂങ്ങിക്കിടക്കുന്ന ഓലയിലൊക്കെ തൂങ്ങിക്കിടക്കുന്നതിലെ കൂടല്ലേ. മുയൽ ഏതിലായിരിക്കും? ഗുഹ പോലെ അല്ലെ. ഇതിന് കാക്കയോ? കാക്ക യെസ്, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കൂടില്ലേ, അവിടേക്കല്ലേ വരച്ചു കൊടുത്തത് നിങ്ങള്. ഓക്കെ, ഇനി മാളത്തിൽ ജീവിക്കുന്ന മറ്റൊരു ജീവിയുടെ പേരെഴുതൂ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ആരുടെ പേരെഴുതാം? എലിയുടെ പേര് എഴുതാം അല്ലെ. അപ്പൊ നിങ്ങൾ മറ്റ് ജീവികളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കും. ഓക്കെ, മാളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നില്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും എളുപ്പമായിരുന്നില്ലേ എക്സാം? ഓക്കെ ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.